ദ്വാപരയുഗത്തിൽ ജനിച്ചിട്ടും ഇന്നും സഹസ്രാബ്ദങ്ങൾക്കിപ്പുറവും ചിരഞ്ജീവിയായി നർമ്മദാഘട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ എവിടെയോ ഒക്കെയായി അലഞ്ഞു തിരയുകയാണ് അയാൾ, മോക്ഷമില്ലാതെ. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ 6000 വർഷം പഴക്കമുള്ള ഡെറാഡൂണിലെ തബകേശ്വർ ഗുഹാക്ഷേത്രത്തിനുമുണ്ട് അദ്ദേഹത്തെ പോലെ തന്നെ ഒട്ടേറെ മായാജാലങ്ങൾ. ദ്രോണഗുഹ എന്നും അറിയപ്പെടുന്ന ആ ഗുഹ അശ്വത്ഥാമാവിന്റെ ജനനത്തെ പോലും അനശ്വരമാക്കിയത്രേ. എങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞാലോ? നേരെ വീഡിയോയിലേക്ക് പോകാം. മഹാഭാരത ഇതിഹാസത്തിലെ പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവായ ദ്രോണാചാര്യരുടെയും ഗുരുപത്നി കൃപിയുടെയും മകനാണ് അശ്വത്ഥാമാവ്. കൃപർ എന്ന ആചാര്യന്റെ സഹോദരിയാണ് കൃപി. ദ്രോണപുത്രൻ, ഗുരുപുത്രൻ, കൃപികുമാരൻ, ആചാര്യപുത്രൻ, ദ്രൗണി എന്നീ പേരുകളിൽ അദ്ദേഹത്തെ ഇതിഹാസങ്ങളിൽ പരാമർശിക്കുന്നു. ഇപ്പോൾ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലുള്ള പ്രസിദ്ധമായ തബകേശ്വർ മഹാദേവ ക്ഷേത്രത്തിന്റെ പരിസരത്താണ് അശ്വത്ഥാമാവ് ജനിച്ചത്. തബകേശ്വർ ക്ഷേത്രത്തിന് 6000 വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ദ്വാപരയുഗത്തിൽ ഈ ക്ഷേത്രം ഒരു വനത്തിലെ ഗുഹയായിരുന്നു. ശിവന്റെ അതേ വീര്യമുള്ള ഒരു പുത്രനെ ലഭിക്കാൻ വേണ്ടി ദ്രോണാചാര്യർ ശിവനെ പ്രീതിപ്പെടുത്തുന്നതിനായി വർഷങ്ങളോളം കഠിനമായി തപസ് ചെയ്തു. അതിനാൽ ഈ ഗുഹയെ ദ്രോണഗുഹ എന്നാണ് വിളിക്കുന്നത്. ഗുഹയിൽ പ്രകൃതിദത്തമായ ഒരു ശിവലിംഗമുണ്ട്. അത് പിന്നീട് പ്രാദേശിക ജനങ്ങളുടെ ആരാധനാലയമായി മാറി. തബകേശ്വർ ക്ഷേത്രത്തിന്റെ ആവിർഭാവത്തെക്കുറിച്ച് വ്യാപകമായ ഒരു ഐതിഹ്യം പ്രചാരത്തിലുണ്ട്. ദ്രോണാചാര്യരുടെ പുത്രനായ അശ്വത്ഥാമാവ് ഗുഹയ്ക്കുള്ളിൽ ജനിച്ചതായി പറയപ്പെടുന്നു. എന്നിരുന്നാലും നവജാത ശിശുവിനെ പോറ്റാൻ അവന്റെ അമ്മയ്ക്ക് മതിയായ പാലില്ലായിരുന്നു. അശ്വത്ഥാമാവ് തന്റെ പ്രായത്തിനപ്പുറമുള്ള ജ്ഞാനിയായിരുന്നു. തന്റെ വിശപ്പകറ്റാൻ കുറച്ച് പാൽ നൽകണമെന്ന് അദ്ദേഹം ശിവനോട് പ്രാർത്ഥിക്കുന്നു. ഉദാരനായ ദൈവമായതിനാൽ നവജാത ശിശുവിന്റെ വിശപ്പിന് പാൽ നൽകണമെന്ന ആഗ്രഹം ശിവൻ അനുവദിച്ചു. അന്നു മുതൽ ഭഗവാന്റെ അനുഗ്രഹം തേടി ഈ ക്ഷേത്രം സന്ദർശിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനായി ഒരു ശിവലിംഗം അവിടെ സ്ഥാപിക്കുന്നു. മനുഷ്യനിർമ്മിതവും പ്രകൃതിദത്തവുമായ രൂപകൽപ്പനയുടെ സൗമ്യമായ സംയോജനമാണ് തബകേശ്വർ ക്ഷേത്രം. 2 കുന്നുകൾക്കിടയിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പ്രധാന സങ്കേതം പ്രകൃതിദത്തമായ ഒരു ഗുഹയുടെ പരിധിയിലാണ്. വാസ്തുവിദ്യ സാധാരണ ഹിന്ദു ശൈലിയുമായി ബന്ധപ്പെട്ടതാണ്. ലളിതവും ചെറുതുമായ മുഖച്ഛായയുള്ള ഒരു ചെറിയ കെട്ടിടമാണിത്. ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും അത്ഭുതകരമായ കാഴ്ച ഗുഹയ്ക്കുള്ളിൽ കാണാൻ സാധിക്കും. അവിടെ ഗുഹയ്ക്കുള്ളിൽ വീഴുന്ന ജലകണങ്ങളിൽ ശിവലിംഗം തുടർച്ചയായി നനഞ്ഞിരിക്കുന്നു. കൗതുകകരമെന്ന് പറയട്ടെ, ജലത്തുള്ളികൾ കാഴ്ചയിൽ നിന്ന് അപ്രത്യക്ഷമായി മാറും. ക്ഷേത്ര പരിസരത്ത് നിന്ന് ഏതാനും മീറ്റർ അകലെ തന്നെ ഇത് കാണാനും സാധിക്കും. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്കിടയിൽ തബകേശ്വര ക്ഷേത്രം എന്നത് നിരവധി അത്ഭുതങ്ങളുടെ നാടാണ്. അശ്വത്ഥാമാവിലേക്ക് തിരികെ വരികയാണെങ്കിൽ ദിവ്യാനുഗ്രഹങ്ങളോടെയാണ് ഈ ഗുഹയിൽ അദ്ദേഹം ജനിച്ചു വീഴുന്നത്. നിലവിളിക്കുന്നതിന് പകരം ചിരച്ചുകൊണ്ടാണ് അദ്ദേഹം ഭൂജാതനായത്. അതോടെ അദ്ദേഹത്തിന് കുതിരയുടെ ശബ്ദമുള്ളവൻ എന്നർത്ഥം വരുന്ന അശ്വത്ഥാമാവ് എന്ന പേര് ലഭിക്കുന്നു. ജനന സമയത്ത് അശ്വത്ഥാമാവിന്റെ നെറ്റിയിൽ ഒരു ദിവ്യ രത്നമുണ്ടായിരുന്നു. ആ ചൂടാമണി അദ്ദേഹത്തെ അജയ്യനും അനശ്വരനുമാക്കി മാറ്റി. മനുഷ്യനേക്കാൾ താഴ്ന്ന എല്ലാ ജീവജാലങ്ങളുടെയും മേൽ അദ്ദേഹത്തിന് അധികാരം നൽകിയത് ആ രത്നമാണ്. ഇതുള്ളതുകൊണ്ട് വിശപ്പ്, ദാഹം, ക്ഷീണം, വാർദ്ധക്യം, രോഗങ്ങൾ, ആയുധങ്ങൾ എന്നിവയിൽ നിന്ന് അദ്ദേഹത്തിന് സംരക്ഷണവുമായി. മഹാഭാരത യുദ്ധത്തിൽ കൗരവരെ പിന്തുണച്ച അദ്ദേഹം കൗരവ സൈന്യത്തിന്റെ അവസാനത്തെ സേനാധിപതി കൂടിയായിരുന്നു. യുദ്ധത്തിന്റെ 18ാം ദിവസം ദുര്യോധനന്റെ അവസ്ഥ കണ്ട് ക്രൂധനായ ദ്രൗണി പാണ്ഡവർക്ക് പകരം ദ്രൗപദിയുടെ 5 പുത്രന്മാരെയാണ് കൊല്ലുന്നത്. അങ്ങനെ ദുര്യോധനന്റെ അവസാന ആഗ്രഹം നിറവേറ്റുന്നു. അതിനുശേഷം അശ്വത്ഥാമാവ് വേദവ്യാസ മുനിയുടെ ആശ്രമത്തിൽ പോയിരുന്നു. അദ്ദേഹത്തെ അന്വേഷിച്ച് പാണ്ഡവർ വേദവ്യാസ മുനിയുടെ ആശ്രമത്തിൽ എത്തിയപ്പോൾ അശ്വത്ഥാമാവ് പാണ്ഡവരുടെ നേരെ ബ്രഹ്മാസ്ത്രം തൊടുത്തു. അത് മഹർഷി തടയുകയാണ്. ദിശമാറ്റാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അശ്വത്ഥാമാവ് ആ ബ്രഹ്മാസ്ത്രം അഭിമന്യുവിന്റെ ഭാര്യ ഉത്തരയുടെ ഗർഭപാത്രത്തിന് നേരെ തിരിക്കുന്നു. ഇതുകൊണ്ട് ശുഭിതനായ ശ്രീകൃഷ്ണൻ ഉത്തരയുടെ ഗർഭത്തിലെ ശിശുവിനെ പുനരുജ്ജീവിപ്പിച്ചു. എന്നിട്ട് അശ്വത്ഥാമാവിന്റെ നെറ്റിയിലെ രക്തം പറിച്ചെടുക്കുന്നു. എന്നിട്ട് നെറ്റിയിൽ ഒരിക്കലും ഉണങ്ങാത്ത മുറിവുമായി കലിയുഗത്തിന്റെ അവസാനം വരെ നിത്യദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും ജീവിക്കാൻ ശപിക്കുകയാണ്. ഈ ശാപത്താൽ അശ്വത്ഥാമാവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ഐതിഹ്യം. അശ്വത്ഥാമാവ് ഇപ്പോഴും നർമ്മദാഘട്ടിന് ചുറ്റും അലഞ്ഞു നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഹിന്ദുമത ഗ്രന്ഥങ്ങൾ അനുസരിച്ച് വിഷ്ണുവിന്റെ 10ാമത്തെയും അവസാനത്തെയും അവതാരമായ കൽക്കി കലിയുഗത്തിന്റെ അന്ത്യം കുറിക്കും. അശ്വത്ഥാമാവ് അനശ്വരനാണെന്നും ഇന്നും അദ്ദേഹം ഒരു രഹസ്യ സ്ഥലത്ത് താമസിച്ച് പരമശിവനെ കുറിച്ച് തപസ് ചെയ്യുന്നുണ്ടെന്നും പറയപ്പെടുന്നു. മഹാനായ യോദ്ധാവ് അശ്വത്ഥാമാവ് അനശ്വരനായത് ഏതെങ്കിലും വരം കൊണ്ടല്ല. അദ്ദേഹത്തെ പക എന്ന വികാരത്തിന്റെ പ്രതിപുരുഷനായി കണക്കാക്കപ്പെടുന്നു. തന്റെ അസാധാരണമായ ജനനം കൊണ്ടും നേതാവിനോടുള്ള അചഞ്ചലമായ വിശ്വസ്തത കൊണ്ടും എതിർപക്ഷത്തോടുള്ള വിവാദപരമായ പക കൊണ്ടും അടയാളപ്പെടുത്തിയ മഹാഭാരതത്തിലെ ഏറ്റവും ആകർഷകമായ വ്യക്തിത്വമാണ് അദ്ദേഹം. അപ്പോൾ അശ്വത്ഥാമാവിന്റെ കഥയും തബകേശ്വർ ക്ഷേത്രവും ഇഷ്ടപ്പെട്ടോ? എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.